പരീക്ഷകളിലെ സ്കൂൾ ടെക്സ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം. എങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, PSCയുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിനകത്ത് നിന്ന് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും തീർച്ചയായും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ സ്കൂൾ ടെക്സ്റ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് പഠിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററിയുമായിട്ട് ബേസ് ചെയ്തുള്ള കുറച്ച് ബോക്സസ് ആണ്. യെസ്, നമ്മൾ ഒരു SSCRT ഹിസ്റ്ററി അൺബോക്സിംഗ് ചെയ്യാനായിട്ട് പോവുകയാണ്. റെഡി ആണല്ലോ? സോ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയില് വിദ്യാഭ്യാസ രംഗത്തു കൂടി എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? ബ്രിട്ടീഷുകാരെ ഇടപെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു? അവിടെ കുറച്ച് സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പൊ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്നും അത് സ്ഥാപിച്ചത് ആരൊക്കെയെന്നും നമുക്ക് പഠിച്ചാലോ? ദാ ശ്രദ്ധിച്ചോളൂ. ആദ്യം പഠിക്കുന്നത് എന്താണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. ആരാണ്? വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് ആരാണ്? കൽക്കട്ട മദ്രസ കേട്ട് കഴിഞ്ഞാൽ വാറൻ ഹേസ്റ്റിങ്സിനെ ഓർത്തു വെച്ചിരിക്കുക. ആരെയാണ്? വാറൻ ഹേസ്റ്റിങ്സിനെ ഓർത്തു വെച്ചിരിക്കുക. എങ്കിൽ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതോ? അത് ജൊനാഥൻ ഡങ്കൻ ആണ്. ആരാണ്? ജൊനാഥൻ ഡങ്കൻ ആണ്. അപ്പൊ നമ്മൾ 3 സ്ഥാപനങ്ങളും അത് സ്ഥാപിച്ച ആൾക്കാരെയും പഠിച്ചു. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാഥൻ ഡങ്കൻ ആണ്. ഇതെല്ലാം PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണല്ലേ. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചു വരിക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ പരിഷ്കർത്താക്കളെയും പറ്റിയിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ പരീക്ഷകളിലും ഈ ഒരു ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോ എന്റെ കൂടെ ശ്രദ്ധിച്ച് പഠിച്ചു വരിക. ഓക്കെ, ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന പരിഷ്കരണ പ്രസ്ഥാനമാണേത്? ആര്യ സമാജം. ആരാണ് ആര്യ സമാജം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സ്വാമി ദയാനന്ദ സരസ്വതി ആണല്ലേ ആര്യ സമാജം സ്ഥാപിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. എന്തായിരുന്നു ഈ ആര്യ സമാജത്തിലൂടെ അവർ ലക്ഷ്യം വെച്ചത്? വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർക്കുക എന്നതായിരുന്നു ഇതിലൂടെ അവരുടെ ലക്ഷ്യം. അപ്പൊ ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർക്കുന്നതിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇനി പറയുമല്ലോ. എന്താണത്? ആര്യ സമാജമാണ്. പഠിച്ചു. അടുത്തത് രാമകൃഷ്ണ മിഷൻ. ആരാണ് സ്ഥാപിച്ചത്? ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനായ സ്വാമി വിവേകാനന്ദനാണ് എന്ത് സ്ഥാപിക്കുന്നത്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് അല്ലേ. അപ്പോ എന്തായിരുന്നു അതിലൂടെ ലക്ഷ്യം വെച്ചത്? നോക്കിക്കേ. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർക്കുക. എന്താണ്? ജാതി വ്യവസ്ഥയെ എതിർക്കുക, അനാചാരങ്ങളെ എതിർക്കുക. അത് മാത്രമാണോ? അല്ല. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടി എന്തിന്റെ ലക്ഷ്യമായിരുന്നു? രാമകൃഷ്ണ മിഷന്റെ ലക്ഷ്യമായിരുന്നു അല്ലേ. അടുത്ത പ്രസ്ഥാനത്തിലേക്ക് പോയാലോ? അതാണ് നമ്മുടെ അലിഗഡ് പ്രസ്ഥാനം. എന്താണ്? അലിഗഡ് പ്രസ്ഥാനം. ആരാണ് സ്ഥാപിച്ചത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് എന്ത് സ്ഥാപിക്കുന്നത്? അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വേണ്ടി വാദിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഏത് പ്രസ്ഥാനം? അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ 3 പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതിലേക്ക് പോകാം. പ്രാർത്ഥനാ സമാജമാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണെന്ന് അറിയാമല്ലോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം,
സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി ഇതിനെല്ലാം വേണ്ടി നിലകൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു ഏത്? ഈ പറയുന്ന പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. ഇതിന് ആ ഒരു മെയിൻ ആയിട്ട് അതിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്തതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. ആരാണ്? ആനി ബസന്റ് ആണ്. എന്തായിരുന്നു? ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ട പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, എപ്പോഴും ചോദിക്കാറുമുണ്ട്. ഏതാണ്? അത് തിയോസഫിക്കൽ സൊസൈറ്റി ആണ്. മനസ്സിലായോ? തീർന്നിട്ടില്ല. ഹിതകാരിണി സമാജം. ആരാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്? അത് വീരേശലിംഗമാണ്. ആരാണ്? വീരേശലിംഗമാണ് എന്ത് സ്ഥാപിക്കുന്നത്? ഹിതകാരിണി സമാജം സ്ഥാപിക്കുന്നത്. എന്തായിരുന്നു അതിലൂടെ ലക്ഷ്യം വെച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തിയ ഒരു സമാജമായിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നു ഏത്? ഈ ഹിതകാരിണി സമാജം എന്ന് പറയുന്നത്. അടുത്തതാണ് സത്യശോധക് സമാജം. എന്താണ്? സത്യശോധക് സമാജം. ആരാണ് സ്ഥാപിച്ചത്? ജ്യോതിബാ ഫുലെയാണ്. ആരാണ്? ഒന്ന് പറഞ്ഞേ. ജ്യോതിബാ ഫുലെയാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർക്കുന്നു. അത് മാത്രമാണോ? അല്ല. പിന്നാക്ക വിഭാഗങ്ങൾക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഏത്? ഈ പറയുന്ന സത്യശോധക് സമാജം എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തതാണ് സ്വാഭിമാന പ്രസ്ഥാനം. എന്താണ്? സ്വാഭിമാന പ്രസ്ഥാനം. EV രാമസ്വാമി നായിക്കരാണ് എന്താരംഭിക്കുന്നത്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്ത ഒരു പ്രസ്ഥാനമായിരുന്നു ഏത്? ഈ സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP അല്ലെ? ആരാണ് സ്ഥാപിച്ചത്? അത് ശ്രീനാരായണ ഗുരുവാണ്. എന്തായിരുന്നു ലക്ഷ്യങ്ങൾ? ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർക്കുക, പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു ഏത് പ്രസ്ഥാനം? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും പരിഷ്കർത്താക്കളെയും പറ്റിയിട്ടായിരുന്നു. പ്രധാനമായും ആ പേരും അത് സ്ഥാപിച്ച പരിഷ്കർത്താവിനെയും കൃത്യമായിട്ട് പഠിച്ചു വച്ചിരിക്കുക. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. തീർന്ന? ഇല്ല. അടുത്ത എന്താണ്? ഹിതകാരിണി സമാജം. ആരാണ്? വീരേശലിംഗം. സത്യശോധക് സമാജം ജ്യോതിബാ ഫുലെയാണ്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായിക്കരാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഇത്രയും പഠിച്ചോ? ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? എന്താണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്? ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങൾ ഏതൊക്കെയെന്നും അതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയെന്നുമാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ന്യൂസ് പേപ്പർ എന്നുള്ളത് നമ്മുടെ സിലബസിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അവിടെ നിന്നും ചോദ്യങ്ങൾ കൂടുതലും ഇനി പഠിക്കാൻ പോകുന്ന ആ ഒരു ടേബിളിൽ നിന്നാണ്, ആ ഒരു ബോക്സിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ദേശീയ സമരകാലത്തുള്ള പ്രധാന പത്രങ്ങളും അത് സ്ഥാപിച്ച വ്യക്തികളെയും പറ്റിയിട്ടാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോളൂ. ആദ്യം തന്നെ നോക്കൂ, ഹിന്ദു എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ശ്രദ്ധിക്കുക, ഇവിടെ നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഹിന്ദു എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യരാണ് എന്തിന്റെ? ഹിന്ദു എന്ന പത്രത്തിന്റെ സ്ഥാപക നേതാവ്. അതുപോലെ സ്വദേശി മിത്രം എന്ന പത്രത്തിന്റെ സ്ഥാപക നേതാവ് ആരാണ്?
അതും ജി സുബ്രഹ്മണ്യ അയ്യരാണ്. അപ്പൊ ഹിന്ദു സ്വദേശി സുബ്രഹ്മണ്യനെ ഓർത്തിരിക്കുക. ഹിന്ദു സ്വദേശി സുബ്രഹ്മണ്യൻ എന്ന് ഓർത്തിരിക്കുക. മനസ്സിലായോ? ഹിന്ദു കണ്ടാലും സ്വദേശി മിത്രം കണ്ടാലും നമ്മൾ ആരുടെ പേരാ പഠിക്കേണ്ടത്? ജി സുബ്രഹ്മണ്യ അയ്യരുടെ പേരാണ്. അടുത്തത് എന്താണ്? അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക ആരാണ്? അത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും കൂടെ ചേർന്ന് കൊണ്ടുവന്ന ഒരു പത്രമായിരുന്നു ഏതെന്ന് പറയുന്നത്? അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ. ബോംബെ സമാചാർ ആരാണ്? ഫർദൂർജി മർസ്ബാൻ ആണ് അല്ലെ. ബോംബെ സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഫർദൂർജി മർസ്ബാൻ. പേര് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കണേ. ഫർദൂർജി മർസ്ബാൻ ആണ് എന്ത്? ബോംബെ സമാചാർ എന്ന പത്രം സ്ഥാപിക്കുന്നത്. അതുപോലെ കേസരി മറാത്ത ഏതാണ്? കേസരി എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. കേസരി എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? സ്ഥാപക നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ആരാണ്? ബാലഗംഗാധര തിലക് സ്ഥാപിച്ച പത്രങ്ങളാണ് ഏതൊക്കെയാണ്? കേസരിയും മറാത്തയും. മനസ്സിലായോ? ഇനി ബംഗാളി പത്രം സ്ഥാപിച്ചതോ? അത് സുരേന്ദ്രനാഥ ബാനർജി ആണ്. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി ആണ് ബംഗാളി പത്രം സ്ഥാപിക്കുന്നത്. വോയിസ് ഓഫ് ഇന്ത്യ എപ്പോഴും ചോദിക്കുന്നതാണ്. ആരാണ്? ദാദാബായി നവറോജി ആണ്. ആരാണ്? ദാദാബായി നവറോജി ആണ് എന്ത് സ്ഥാപിക്കുന്നത്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിക്കുന്നത്. ഷോം പ്രകാശ് സ്ഥാപിച്ചത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണല്ലേ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഏത് പത്രം സ്ഥാപിക്കുന്നത്? ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്. ഈ ന്യൂ ഇന്ത്യയും യങ് ഇന്ത്യയും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആനി ബസന്റ് ആണ് അതിന്റെ സ്ഥാപക നേതാവ്. മിസ്സസ് ആനി ബസന്റ്. ഓക്കെ, ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്. എന്നാൽ യങ് ഇന്ത്യ ഹരിജൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? അത് മഹാത്മാഗാന്ധി ആണെന്ന് നിങ്ങൾക്കറിയാം. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. യങ് ഇന്ത്യ അതുപോലെ ഹരിജൻ എന്നീ പത്രങ്ങൾ ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റേതാണ്. ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ് അൽ ഹിലാൽ എന്ന് പറയുന്നത്. വന്ദേ മാതരം എന്ന് പറഞ്ഞേ. വന്ദേ മാതരം ലാലാ ലജ്പത് റായുടേതാണ്. ആരുടേതാണ്? ലാലാ ലജ്പത് റായുടെ പത്രമാണ് വന്ദേ മാതരം. നെക്സ്റ്റ് എന്താണ്? നേഷൻ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോ ശ്രദ്ധിച്ച് പഠിക്കുക. പത്രങ്ങളും അത് സ്ഥാപിച്ച വ്യക്തികളും എപ്പോഴും PSCയുടെ ഏറ്റവും ഹോട്ട് ടോപ്പിക് ആണ്. സോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി മാറിപ്പോകാതെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ അല്ലേ? ഹിന്ദു സ്വദേശി മിത്രം സ്ഥാപിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ബംഗാളി പത്രം സ്ഥാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി ആണ്. അൽ ഹിലാൽ എന്ന പത്രം അത് ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റേതാണ്. ഷോം പ്രകാശ് ആരുടേതാണ്? അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റേതാണ്. കേസരി ആരുടേതാണ്? അത് ബാലഗംഗാധര തിലകിന്റേതാണ്. ബോംബെ സമാചാർ ആരുടേതാണ്? അത് ഫർദൂർജി മർസ്ബാന്റെ പത്രമാണ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞു എന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും തുളമ്പുന്ന വിവിധ കൃതികളും അതിന്റെ എഴുത്തുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ്? നമ്മുടെ രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും തുളുമ്പുന്ന പല കൃതികൾ അന്നത്തെ കാലഘട്ടത്തിൽ രചിച്ച പല കൃതികളുണ്ട്. പ്രധാനപ്പെട്ട കൃതികളുണ്ട്. അതിന്റെ എഴുത്തുകാരുമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ എന്താണ്? ഘോര, ഗീതാഞ്ജലി എന്നീ കൃതികൾ എഴുതിയത് ആരാണ്? ഗീതാഞ്ജലി ചോദിക്കാറുള്ളതാണ് അല്ലെ. ഗീതാഞ്ജലി എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച കൃതികൾ ഏതൊക്കെയെന്നൊന്ന് പറഞ്ഞേ. ഘോര അതുപോലെ ഗീതാഞ്ജലി. ഘോര, ഗീതാഞ്ജലി. ഏത് ഭാഷയിലാണ് ഗീതാഞ്ജലി രചിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. മലയാളമല്ല, അത് ബംഗാളി ഭാഷയാണ് കേട്ടോ. ബംഗാളി ഭാഷയിൽ
രവീന്ദ്രനാഥ ടാഗോർ രചിച്ച 2 കൃതികളാണ്. ഒന്ന് ഘോര, ഒന്ന് ഗീതാഞ്ജലി. പഠിച്ചല്ലോ. അടുത്തതിലേക്ക് പോകാം. അടുത്തതാ നോക്കൂ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ ആരുടെ കൃതികളാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പ്രേംചന്ദിന്റെ കൃതികളാണ്. ആരുടേതാണ്? പ്രേംചന്ദിന്റെ ഹിന്ദി ഭാഷയിൽ രചിച്ച കൃതികളാണ്. ഏതൊക്കെയാണ്? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഒന്ന് പറഞ്ഞേ, എന്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞേ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇതാരാണ് രചിച്ചത്? പ്രേംചന്ദ് രചിച്ചതാണ്. ഏത് ഭാഷയിലാണ്? ഹിന്ദി ഭാഷയിലാണ്. അടുത്തതാ നോക്കൂ. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്. ഇത് സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് രചിച്ച കൃതികളാണ്. ഏതൊക്കെയാണ് സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികൾ എന്ന് പറഞ്ഞേ? പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കിളിപ്പാട്ടല്ല കേട്ടോ, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്. എന്താണ്? കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്, പാഞ്ചാലി ശപഥം. ഇത് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ രചിച്ച കൃതികളാണ്. ഭാഷ കൂടി പഠിച്ചു വെച്ചേക്കണേ. അത് പേര് തന്നിട്ട് ഇത് ഏത് ഭാഷയിലുള്ള കൃതിയാണെന്ന് ചോദിക്കാം. അതുപോലെ എന്താണ്? ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജബീദ് എന്നീ കൃതികൾ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. ആരാണ്? അൽതാഫ് ഹുസൈൻ ഹാലി. ഏത് ഭാഷയിലാണ് രചിച്ചത്? ഉറുദു ഭാഷയിലാണ് രചിച്ചത്. എന്താണ്? ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജബീദ് എന്നീ കൃതികൾ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലി. ഏത് ഭാഷയാണ്? ഉറുദു ഭാഷയാണ്. ഇതെല്ലാം നമ്മുടെ 10th സ്റ്റാൻഡേർഡ് SCRT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. അതുപോലെ ദാ നോക്കൂ, കഴിഞ്ഞ തവണ ചോദിച്ചതാണ് നിബന്ധമാല. നിബന്ധമാല രചിച്ചത് ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് അല്ലെ? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് എന്ത് രചിക്കുന്നത്? നിബന്ധമാല രചിക്കുന്നത്. ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ്. മറാത്തി ഭാഷയിലാണ് എന്ത് രചിക്കുന്നത്? നിബന്ധമാല രചിക്കുന്നത്. അടുത്ത് നമ്മുടെ PSC എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് കൃതികളാണ് എന്റെ ഗുരുനാഥൻ. എന്റെ ഗുരുനാഥൻ എന്ന കൃതി രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് അല്ലെ? എന്റെ ഗുരുനാഥൻ. അതുപോലെ ബാപ്പുജി, ബാപ്പുജി എന്ന് പറയുന്ന കൃതി രചിച്ചതും വള്ളത്തോൾ നാരായണ മേനോനാണ്. ഇന്ത്യയുടെ കരച്ചിൽ, ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യയുടെ കരച്ചിൽ എന്ന കൃതി രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. ഏത് ഭാഷയിലാണ്? മലയാളം ഭാഷയിലാണ് കേട്ടോ. അപ്പോ കൃത്യമായിട്ട് ആ കൃതികളും അതിന്റെ ആ ഒരു എഴുത്തുകാരും അത് ഏത് ഭാഷയിലാണെന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഘോര, ഗീതാഞ്ജലി അതാരാണ് രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ രചിച്ചതാണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ഇതാ പ്രേംചന്ദ് ഹിന്ദി ഭാഷയിൽ രചിച്ച കൃതികളാണ്. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ രചിച്ച കൃതികളാണ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിൽ രചിച്ച കൃതികളാണ്. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയിൽ, ചിപ്ലുങ്കർ ആണ്, ചിപ്ലുങ്കർ മറാത്തി ഭാഷയിൽ രചിച്ച കൃതികളാണ്. എന്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം ഭാഷയിൽ രചിച്ച കൃതികളാണെന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് മാഡം ബിക്കാജി കാമയുമായി ബന്ധപ്പെട്ട ഒരു ബോക്സ് ആണ്. ഓക്കെ, മാഡം ബിക്കാജി കാമ എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു ബോക്സ് ആണ്. ശ്രദ്ധിച്ച് പഠിക്കുക. എന്താണ് ഇവിടെ പറയുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് നമ്മൾ ഈ പഠിക്കുന്ന മാഡം ബിക്കാജി കാമ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇവര് ഫേമസ് ആയതെന്ന് ചോദിച്ചാല് ഒരു അന്താരാഷ്ട്ര വേദിയില് ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയാണ് ഈ മാഡം ബിക്കാജി കാമ എന്താകുന്നത്? പ്രശസ്തയായിട്ട് മാറുന്നത്. അപ്പൊ ഒരു അന്താരാഷ്ട്ര വേദിയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു അന്താരാഷ്ട്ര വേദിയില് ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേരാ പറയേണ്ടത്? മാഡം ബിക്കാജി കാമയുടെ പേരാണ് പറയേണ്ടത്. അത് എന്നാണ് സംഭവം നടക്കുന്നത്? 1907 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിലാണ് എന്ത് നടക്കുന്നത്? രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനം നടക്കുന്നത്. ആ രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്?
ഈ പറയുന്ന ത്രിവർണ പതാക ഉയർത്തുന്നത്? മനസ്സിലായോ? അപ്പോ വർഷം പഠിക്കുക, എവിടെയാണെന്ന് പഠിക്കുക, ഏത് സമ്മേളനമാണെന്ന് പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു ചോദ്യം ഇതാണ്: ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ചോദ്യത്തിന് ഉത്തരം എന്താണ്? മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ ഈ ഒരു ത്രിവർണ പതാക സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ഉയർത്തിയ വർഷം ചോദിച്ചാൽ നമ്മൾ പറയും 1907 ആണ്. ഇനി ഇത് എവിടെയാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിലാണ് എന്ന് പറയണം. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഈ ഒരു 2 സെന്റൻസിൽ ഒതുങ്ങിയിരിപ്പുണ്ട്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൽത്തനറ്റ് കാലത്ത് ഡൽഹി ഭരിച്ച രാജവംശങ്ങളും പ്രധാന ഭരണാധികാരികളെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മളെ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന മധ്യകാല ഇന്ത്യ എന്നുള്ള ആ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ പ്രധാനമായും സൽത്തനറ്റ് കാലഘട്ടത്തിൽ ആ ഒരു ഇത് ഭരിച്ച ആ രാജവംശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യത്തെ വംശം ഏതാണ്? മംലൂക്ക് വംശമാണ്. മംലൂക്ക് വംശത്തിന്റെ മറ്റൊരു പേരാണ് അടിമ വംശം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സൽത്തനറ്റ് കാലഘട്ടത്തിൽ ഡൽഹി ഭരിച്ച ആദ്യ വംശം എന്ന് പറയുന്നത് മംലൂക്ക് വംശം അഥവാ അടിമ വംശമാണ്. അടിമ വംശത്തിലെ പ്രധാന രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു? കുത്തബുദ്ദീൻ ഐബക്കും ഇൽത്തുമിഷും ബാൽബണുമായിരുന്നു. ഒന്ന് പറഞ്ഞേ, ആരൊക്കെയാണ് അടിമവംശത്തിലുള്ള പ്രധാനപ്പെട്ട ആ ഒരു ഭരണാധികാരികൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെയൊക്കെ പേരാണ് പറയേണ്ടത്? കുത്തബുദ്ദീൻ ഐബക്ക് ഉണ്ട്, ഇൽത്തുമിഷ് ഉണ്ട്, ബാൽബൺ ഉണ്ട്. രണ്ടാമത്തെ വംശമാണ് ഖൽജി വംശം എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖൽജി ആണ് ഇതിന്റെ പ്രധാന ഭരണാധികാരി. മനസ്സിലായോ? ഖൽജി വംശത്തിന്റെ പ്രധാന ഭരണാധികാരി ആരാണ്? അലാവുദ്ദീൻ ഖൽജി ആണ്. തുഗ്ലക്ക് വംശത്തിലേക്ക് വരൂ. തുഗ്ലക്ക് വംശത്തിലെ പ്രധാന ഭരണാധികാരി എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കുമാണ്. ആരൊക്കെയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കുമാണ് തുഗ്ലക്ക് വംശത്തിലെ പ്രധാന ഭരണാധികാരികൾ. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ സയ്യിദ് വംശത്തിലെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ്? ഖിസിർ ഖാൻ ആണ്. സയ്യിദ് വംശം കേട്ടാൽ ഖിസിർ ഖാനെ ഓർത്തിരിക്കുക. ലോധി വംശം, ലോധി വംശത്തിന്റെ പ്രധാന ഭരണാധികാരി എന്ന് പറയുന്നത് ഇബ്രാഹിം ലോധിയാണ്. ആരാണ്? ഇബ്രാഹിം ലോധിയാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ആ വംശങ്ങളുടെ പേര് ആദ്യമേ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? മംലൂക്ക് വംശം അഥവാ അടിമ വംശം, ഖൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. വൺസ് മോർ: മംലൂക്ക് വംശം, ഖൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. മംലൂക്ക് അഥവാ അടിമ വംശത്തിലെ പ്രധാന ഭരണാധികാരികളുടെ പേരൊന്ന് പറഞ്ഞേ. കുത്തബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൺ. ഖൽജി വംശത്തിലത് അലാവുദ്ദീൻ ഖൽജി, തുഗ്ലക്ക് വംശത്തിലേത് മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കുമാണ്. സയ്യിദ് വംശത്തിലേത് ഖിസിർ ഖാൻ ആണ്. ലോധി വംശത്തിലേത് ഇബ്രാഹിം ലോധിയാണ്. കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകുന്നു. പ്രാദേശിക ഭാഷയിൽ ഉണ്ടായ കൃതികളും അവ രചിച്ച സാഹിത്യകാരന്മാരെയും കുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. എന്താണ്? പ്രാദേശിക ഭാഷയിൽ പല കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ആരൊക്കെയാണ് രചിച്ചതെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ. ആദ്യം നമ്മുടെ മലയാള ഭാഷയിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ആധ്യാത്മരാമായണം. അല്ലെ? ആധ്യാത്മരാമായണം എഴുതിയത് ആരാണ്? എല്ലാവർക്കും അറിയാം, അത് എഴുത്തച്ഛനാണ്. അല്ലെ? ആധ്യാത്മരാമായണം എഴുതിയത് ആരാണ്? അത് എഴുത്തച്ഛനാണ്. അടുത്തതാണ് രാമചരിതമാനസം. അത് ഹിന്ദി ഭാഷയിൽ ഉണ്ടായ ഒരു കൃതിയാണ്. ഏത്? രാമചരിതമാനസം എന്ന് പറയുന്നത് അത് രചിച്ചത് ആരാണ്? തുളസീദാസ് ആണ്. ആരാണ്? തുളസീദാസ് ആണ് രാമചരിതമാനസം രചിക്കുന്നത്. അടുത്തതാണ് കന്നഡ ഭാഷയിലുള്ള വിക്രമാർജുന വിജയം. എന്താണ്? വിക്രമാർജുന വിജയം അഥവാ പമ്പ ഭാരതം എന്ന് പറയുന്നത് അത് രചിച്ചത് പമ്പയാണ്. ഓക്കെ, ഇനി മറാത്തി ഭാഷയിലുള്ളതാണ് മറാത്തി ഭാഗവതം. അത് ഏക്നാഥ് ആണ് രചിച്ചത്.
ഗുജറാത്തി ഭാഷയിലാണ് ഗുജറാത്തി ഭാഗവതം, അത് പ്രേമാനന്ദയാണ് രചിച്ചത്. ബംഗാളി ഭാഷയിലുള്ളതാണ് ബംഗാളി രാമായണം, അത് കൃതിവാസയാണ് രചിക്കുന്നത്. ഒഡിയ ഭാഷയിലുള്ളതാണ് ഒഡിയ മഹാഭാരതം, അത് സരളദാസയാണ് രചിക്കുന്നത്. തെലുങ്ക് ഭാഷയിലാണ് മഹാഭാരതം, അത് നന്നയ്യയാണ് രചിക്കുന്നത്. തമിഴിലാണ് ഇരാമവതാരം, അത് കമ്പരാമായണം എന്നും അറിയപ്പെടുന്നു. കമ്പറാണ് അത് രചിച്ചത്. ഓക്കെ, ഇരാമവതാരം രചിച്ചത് കമ്പരാണ്. കമ്പരാമായണം രചിച്ചത് കമ്പരാണ്. മനസ്സിലായോ? അപ്പോ പ്രാദേശിക ഭാഷയിലുള്ള കൃതികളും അത് എഴുതിയവരും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ മലയാളത്തിലാണ് ആധ്യാത്മരാമായണം, എഴുതിയത് എഴുത്തച്ഛനാണ്. രാമചരിതമാനസം തുളസീദാസ്, വിക്രമാർജുന വിജയം പമ്പ, മറാത്തി ഭാഗവതം ഏക്നാഥ്, ഗുജറാത്തി ഭാഗവതം പ്രേമാനന്ദ, ബംഗാളി രാമായണം കൃതിവാസ, ഒഡിയ മഹാഭാരതം സരളദാസ, മഹാഭാരതം നന്നയ്യ, ഇരാമവതാരം അഥവാ കമ്പരാമായണം കമ്പരാണ് രചിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അങ്ങനെയെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. വിവിധ രാജ്യങ്ങളും അവിടെ നിലനിന്നിരുന്ന ഗവൺമെന്റിന്റെ രൂപവും എന്തൊക്കെയായിരുന്നു? ഓക്കെ, ശ്രദ്ധിക്കാം. ഭൂട്ടാനിൽ നിലനിന്നിരുന്നത് എന്തായിരുന്നു? ഗവൺമെന്റിന്റെ രൂപം എന്തായിരുന്നു? ഭരണഘടനാപരമായ രാജവാഴ്ചയായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, ഭരണഘടനാപരമായ രാജവാഴ്ച നിലനിന്നിരുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താണ്? ഭരണഘടനാപരമായ രാജവാഴ്ച ഉള്ളത് ഭൂട്ടാനിലാണ്. ഭൂട്ടാൻ. ഓക്കെ, ഇനി ജനാധിപത്യ ഭരണം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലാണ് ജനാധിപത്യ ഭരണം. സുൽത്താൻ ഭരണം സുൽത്താൻ ഭരണം ചോദിച്ചാൽ ബ്രൂണൈ ആണ്. ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യത്താണ് സുൽത്താൻ ഭരണം നിലനിൽക്കുന്നത്. പട്ടാള ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ് മ്യാൻമർ. പട്ടാള ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ് മ്യാൻമർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഭൂട്ടാനിൽ എന്താണ്? ഭരണഘടനാപരമായ രാജവാഴ്ചയാണ്. ഇന്ത്യയിൽ എന്താണ്? ജനാധിപത്യ ഭരണമാണ്. ബ്രൂണൈയിൽ എന്താണ്? സുൽത്താൻ ഭരണമാണ്. മ്യാൻമറിലോ അത് പട്ടാള ഭരണമാണ്. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ജനാധിപത്യ ഗവൺമെന്റും ജനാധിപത്യേതര ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ആദ്യം തന്നെ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് നമുക്ക് ജനാധിപത്യ ഗവൺമെന്റിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ജനാധിപത്യേതര ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്ന ആ ഒരു ഗവൺമെന്റ് ആണ് ജനാധിപത്യേതര ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇനി ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. എന്നാൽ ജനാധിപത്യേതര ഗവൺമെന്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എന്താണ്? പരിമിതമാണ്. അതാണ് ജനാധിപത്യേതര ഗവൺമെന്റിന്റെ ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ജനാധിപത്യ ഗവൺമെന്റിന്റെ ഒരു സവിശേഷതയാണ്. എന്നാൽ ഭരണാധികാരി നിയമത്തിന് അതീതനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതെന്താണ്? ജനാധിപത്യേതര ഗവൺമെന്റിന്റെ ഒരു പ്രധാന ഫീച്ചർ ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറച്ച് SCERT ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ബോക്സസ് ആണ് നമ്മൾ ഇപ്പം ഇന്നത്തെ ക്ലാസ്സിലൂടെ അൺബോക്സ് ചെയ്തത്. ഇനിയും വരുന്ന ദിവസങ്ങളിലായിട്ട് ഹിസ്റ്ററി ജോഗ്രഫിയിലുള്ള മിക്ക ബോക്സുകളും നമ്മൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.